തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ. ഇന്നലെ രാത്രി പെയ്ത മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ സേന മുന്നറിയിപ്പ് നൽകി. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖിൽഷ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അഖിൽഷ, ഇന്നലെ പല പ്രദേശങ്ങളിലും വ്യാപകമായ മഴയുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് കുറച്ച് കൂടുതൽ ശക്തമാണ് മഴ. ഇന്ന് പ്രഭാതത്തിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ അഖിൽഷ നിൽക്കുന്ന ഇടത്ത് ഏതായാലും മഴയില്ല അല്ലേ? സ്മിത, തീർച്ചയായിട്ടും ഇപ്പൊ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നഗരത്തിനകത്ത് മഴ അല്പമെങ്കിലും ഒന്ന് കുറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ അത് ഇടവിട്ടുള്ള മഴ അത് തുടർച്ചയായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറച്ചു സമയം മുമ്പ് വരെ തിരുവനന്തപുരം നഗരത്തിൽ മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒപ്പം ഇന്നത്തെ പ്രധാനമായും ഈ കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഇന്ന് 2 ജില്ലകളിലൊഴികെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലുമാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 2 ജില്ലകളിലും മഴ അതിശക്തമാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകട മേഖലകളിൽ താമസിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് മാറി താമസിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത്. ഈ തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളവും ഒഴികെയുള്ള മറ്റ് 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുള്ള 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴ ഈ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം ഈ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ കാലാവസ്ഥ മോശമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ശക്തമായ കാറ്റ് 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തീരത്ത് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് അടുത്ത ഈ 17-ാം തീയതി വരെ തുടരും. എന്തായാലും സംസ്ഥാനത്ത് മഴ വ്യാപകമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അടുത്ത 5 ദിവസം മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. പ്രധാനമായും ഈ തെക്കൻ ശ്രീലങ്കൻ തീരത്ത് ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മഴ കനക്കുക. സ്മിത, ശരി. അഖിൽഷ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.